എപ്പിസോഡിലേക്ക് ഈശോയുടെ കൂട്ടുകാരായ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാം സമൂഹജീവികളാണ്. ജന്മം മുതൽ മരണം വരെ നമ്മൾ എവിടെയായിരുന്നാലും സമൂഹത്തിൽ തന്നെ ജീവിക്കണം. അതുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്നും നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഈശോയുടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണോ? നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു പക്ഷേ ഈ ഭൂമി തന്നെയായിരുന്നെങ്കിൽ വേറെ ആരുമില്ല, ഈ പ്രകൃതി ദാറ്റ് ഈസ് നേച്ചർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, നമ്മൾ മാത്രം. ഒരു പക്ഷേ നിങ്ങളുടെ പപ്പയും മമ്മിയും കാണും, ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ 3 പേര് അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, ഈ ഭൂമിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. അങ്ങനെയൊന്ന് നമ്മൾ പപ്പയുണ്ട്, മമ്മിയുണ്ട്, നിങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങളുടെ അയൽവക്കത്തിലുള്ള ചേട്ടനും ചേച്ചിയില്ല, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ല, വേറെ ആരുമില്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലും നിങ്ങളുടെ കൂടെ ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രം. എങ്ങനെയായിരിക്കും അത്? ചിന്തിച്ചിട്ടില്ല അല്ലേ? സിസ്റ്റർ ഒരു ദിവസം ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഉള്ളിൽ സിസ്റ്ററിന് തോന്നിയത് ഒരു പേടിയാണ്, നമുക്ക് ഈ ഭൂമി തന്നെ ഒരിക്കലും ജീവിക്കാൻ പറ്റിയല്ലെന്ന് അല്ലേ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാന്ന് ഈ സിസ്റ്ററിന് അറിയാം, പക്ഷെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാനും എൻ്റെ പപ്പയും എൻ്റെ മമ്മിയും ചിലപ്പം ഇച്ചിരി കൂടി ആഴമായിട്ട് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ പപ്പയും മമ്മിയും ഇല്ല, ഞാൻ മാത്രം, വേറെ ആരുമില്ല ഈ ഭൂമിയിൽ. ഞാനും ഉണ്ട്, പ്രകൃതിയുണ്ട്. ഒരു വലിയ പേടിയാണ് അതെനിക്ക് അല്ലേ? അപ്പം ഈ കാര്യം നമുക്ക് ഇച്ചിരി കൂടി പഠിക്കാൻ ഉണ്ട് ഇന്നത്തെ ദിവസം അല്ലേ? നമുക്കൊരു ചെറിയ കളി കളിച്ചാലോ? ഈ സമൂഹ ജീവിതത്തെക്കുറിച്ച് ഇച്ചിരി കൂടി ആഴമായി മനസ്സിലാക്കാൻ. സമൂഹ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കൊരു ഗെയിമിലൂടെ പരിശ്രമിക്കാം. നമ്മളിപ്പോൾ ഒരു കളി കളിക്കാൻ പോവാണ്. ഇതൊരു ഗ്രൂപ്പ് ഗെയിമാണ്. 2 ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിലും 4 പേര് കാണും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മുമ്പിൽ നിൽക്കുന്ന ആൾ വെള്ളം കയ്യിലെടുത്തിട്ട് അടുത്തയാൾക്ക് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്ത് 4 പേർക്കും പാസ് ചെയ്ത് ഏറ്റവും അവസാനം നിൽക്കുന്ന ആൾ ആ വെള്ളം, കയ്യിൽ എന്തോരം വെള്ളമുണ്ടോ അത്രയും വെള്ളം ആ കുപ്പിയിലേക്ക് നിറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒത്തിരി സ്പീഡിൽ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം പോകും. അപ്പം ഏറ്റവും കൂടുതൽ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ നിറയ്ക്കുക. 2 മിനിറ്റ് നിങ്ങൾക്ക് തരും. ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആൾക്കാണ്, എത്ര ഫുൾ നിറയ്ക്കണം എന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ വെള്ളം ബോട്ടിലിനകത്ത് കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനായിരിക്കും പോയിന്റ്സ് കിട്ടുന്നത്. സോ ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, ഫൈൻ. അപ്പോൾ 8 പേര്, 4 പേര് ഈച്ച് ഗ്രൂപ്പ്, 8 പേരായിട്ട് മുമ്പോട്ട് വാ. ഓക്കെ, സോ റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ കയ്യിലേക്ക് എടുത്ത് മറ്റേ കയ്യിലേക്ക് കൊടുക്കണം. പാസ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് നിങ്ങൾ 2 പേര് വേണം അത് ബോട്ടിലേക്ക് ഫിൽ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബോട്ടിൽ ഇച്ചും കൂടി അടുത്ത് വെച്ചോട്ടോ. നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചും കൂടി അടുത്ത് വെച്ചു. ഫൈൻ. ഓക്കെ, സോ അപ്പോൾ 2 മിനിറ്റ്സ് ആണ്. 2 ഗ്രൂപ്പിന് 2 മിനിറ്റ്സ് തരുള്ളൂ. 2 മിനിറ്റ്സ് കൊണ്ട് എന്തോരം നിറയ്ക്കോ അത്രയും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ ഇവരെ. ഓക്കെ, ടൈം ഓവർ. സ്റ്റോപ്പ്. ഓക്കെ, നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലേ ഇവർക്ക്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ച് സ്ഥലത്ത് വന്നിരിക്കാം. ഈ കളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആദ്യമേ കളിച്ചവർ ആരെങ്കിലും ഒരാൾ പറയുന്നു, ഈ കളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? എന്താ തോന്നിയ നിങ്ങൾക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പം? വെള്ളമെല്ലാം പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, വെള്ളം പോകുന്നതിൻ്റെ ഇച്ചിരി കൈ കിട്ടിയുള്ളൂ അല്ലേ? വെള്ളം പോകുന്നുണ്ടായിരുന്നു, ഇച്ചിരി കൈയുടെ. പിന്നെ വേറെ എന്താ തോന്നിയ നിങ്ങൾക്ക്? പ്രോമിക്ക് എന്താ തോന്നിയേ ഇവർ കളിക്കുന്ന കണ്ടപ്പം? ഒന്നും തോന്നില്ല? ഒന്നും തോന്നിയില്ല.
ഓക്കെ ഫൈൻ. വേറെ ആർക്കെങ്കിലും? ഇനി ഇവിടെ കളിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നല്ലേ? എന്താ ആൻമേരിക്കൊക്കെ എന്താ തോന്നിയേ? ഇവർ കളിക്കുന്ന കണ്ടപ്പം എന്താ തോന്നിയ? ഇവർക്ക് ആ കളിയിൽ നിന്ന് എന്താ മനസ്സിലായേ? ചെയ്യാൻ കുറേ വിഷമമാണ്. ഒത്തിരി വിഷമമായിരുന്നു ചെയ്യാൻ. ഓക്കെ ഫൈൻ. ഓക്കെ, ആൻമേരിക്ക് ഒത്തിരി വിഷമം തോന്നി ഇവർ കളിക്കുന്ന കണ്ടപ്പം. കളി ഒരു ഇത്തിരി വിഷമമാണെന്ന് ആൻമേരിക്ക് തോന്നി. പിന്നെ വേറെ ആർക്ക് എന്താ തോന്നിയേ? ആഗ്നസിന് എന്താ തോന്നി? ആഗ്നസേ? കുറച്ച് ബുദ്ധിമുട്ടുള്ള കളിയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള കളിയാണെന്ന് തോന്നി അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അല്ലേ? അപ്പോൾ ഈ കളിയിൽ നിന്ന് നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നുള്ളൂ. ഈ കളിയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊരു സമൂഹത്തിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളായാലും നിങ്ങളുടെ കുടുംബമായാലും പരസ്പരം ഹെൽപ്പ് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നമുക്ക് ഈ കളി കളിക്കാൻ പറ്റുമോ? ഒരാൾ അവിടുന്ന് ഓടിക്കൊണ്ടുവന്നിട്ട് ബോട്ടിലേക്ക് ഒഴിച്ച് ഇരിക്കുമോ? കൈ വെള്ളം കാണുമോ? ഇല്ല അല്ലേ? അപ്പം ഒന്നിച്ചിരുന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സമൂഹ ജീവിതത്തിൻ്റെ ആവശ്യകത നാം തിരിച്ചറിഞ്ഞു. ഇനി നാം ആയിരിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നും എങ്ങനെ മറ്റുള്ളവരെ കാണണമെന്നും സിസ്റ്റർ നമുക്ക് വ്യക്തമാക്കി തരും. ഇപ്പം നമ്മൾ കളി കളിച്ചു. സിസ്റ്റർ പറഞ്ഞു നമുക്ക് ഒരാൾ തന്നെയായിട്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് വേണം. ഇനി ഇത് ഇച്ചിരി കൂടി ഒന്ന് ക്ലിയർ ആകാൻ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് ഡിയോൾ വാ. മൈക്ക് കൊടുത്ത ഡിയോളിന്. ഓക്കെ വാ, ഡിയോൾ ഇവിടെ നിന്നോ. ഇനി ഇവിടെയുള്ള ഡിയോളുടെ ആരാണ് ഡിയോളുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഈവലിൻ. ഓക്കെ, ഈവലിനെ നേരത്തെ അറിയാവോ? അറിയാം അല്ലേ? ഒന്നിച്ചാണോ പഠിക്കുന്നത്? ഓക്കെ, ഡിയോളും ഈവലിനും ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഇനി ഈ ഈവലിനെ കുറിച്ച് ഡിയോളിന് എന്താ പറയാനുള്ളത്? നല്ല കുട്ടിയാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഒന്നിച്ചിരുന്നാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. ഗ്രൂപ്പ് സ്റ്റഡി നടത്താറുണ്ട് അല്ലേ? ആണോ ഈവലിനെ? ഓക്കെ, പിന്നെ എൻ്റെ കൂടെ കുറേ സ്ഥലത്ത് പോകാനൊക്കെ വരും. ഓക്കെ, കൂടെ പോകാനൊക്കെ ഈവലിനെയാണ് കൂട്ടിന് വിളിക്കുന്നത്. ഓക്കെ ഫൈൻ. പിന്നെ വേറെ എന്താ അറിയത്? ഇതൊക്കെയാണ് ഈവലിനെ കുറിച്ചുള്ള അറിയാം. ഇനി ഈവലിൻ ബാ, ഡിയോൾ പോയിരുന്നോ? ഈവലിന് ഡിയോളിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ വരുമ്പോൾ അങ്ങനെ ഇപ്പം ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം അവൾ ചോദിച്ചവൾ നന്നായിട്ട് പറഞ്ഞു തരും. ഡിയോൾ എല്ലാം നന്നായി പറഞ്ഞ് തരും അല്ലേ? ഓക്കെ, ഡിയോൾ ഈവലിന് എല്ലാം നന്നായി പറഞ്ഞ് കൊടുക്കും. പിന്നെ അവൾ നല്ലൊരു പഠിക്കും, നന്നായി പഠിക്കും. ഡിയോൾ നന്നായി പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അവൾക്ക് നന്നായിട്ട് പിക്ചറൊക്കെ നന്നായിട്ട് വരയ്ക്കും, നന്നായി ഡ്രോ ചെയ്യും. സോ ഡിയോൾ ഇസ് എ ഗുഡ് ആർട്ടിസ്റ്റ് അല്ലേ? നന്നായി വരയ്ക്കും. ഓക്കെ ഫൈൻ. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ ചെറുതായിട്ടൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടും അല്ലേ? ഓക്കെ, ഇവർ രണ്ടുപേർക്കും നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ? താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടു ഡിയോളിനും ഈവലിനും പരസ്പരം ഇവർ നല്ലൊരു കൂട്ടുകാരാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവർക്ക് പരസ്പരം കുറിച്ച് അവർ കുറച്ച് ഗുണം കുറേ ഉണ്ട് പറയാൻ, പക്ഷേ കുറച്ച് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇവർ എങ്ങനെയാണ് നമ്മൾ സമൂഹ ജീവിതത്തിൽ ജീവിക്കേണ്ടതും എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സമൂഹ ജീവിതം അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ സമൂഹ ജീവിതത്തിൽ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈശോ അല്ലേ? ഈശോ നമുക്കറിയാം ഈ ഭൂമിയിൽ ജീവിച്ചാണ് അല്ലേ? ഈശോ ജനിച്ചു, 30 വയസ്സ് വരെ ഈശോ മാതാവിൻ്റെയും യോസെപ്പിതാവിൻ്റെ കൂടെ വളർന്നു, ജോലിയൊക്കെ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പിന്നെ 3 വർഷം ഈശോ പല സ്ഥലത്ത് ഗലീലയിലൂടെയൊക്കെ പല സ്ഥലത്ത് നടന്നുകൊണ്ടാണ് ഈശോ വചനം പ്രഘോഷിച്ചു. പിന്നെ എന്തൊക്കെ ഈശോ ചെയ്തേ? രോഗികളെ സുഖപ്പെടുത്തി, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഈശോ എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ് പെരുമാറിയത് അല്ലെ? എല്ലാവരെയും സ്നേഹിച്ചു അല്ലേ? ഈശോയ്ക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നോ? ഉണ്ടല്ലേ? നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം അമ്മമാർ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരെ ആരെ തടഞ്ഞവരെ? ശിഷ്യന്മാർ തടഞ്ഞു. ഈശോ റെസ്റ്റ് എടുക്കുക, നിങ്ങൾ അവിടെ നിൽക്കുക, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ ഈശോ അത് കേട്ടു അല്ലേ? എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ? ശിഷ്യന്മാർ അവരെ തടിയേണ്ട, അവരെ ഇങ്ങോട്ട് കൂട്ടി, ദൈവരാജ്യം അവരുടേതാണെന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്. അങ്ങനെ ശിഷ്യന്മാരും ഈ അവരെ അമ്മമാരെയും പിന്നെ കുഞ്ഞുങ്ങളെയെല്ലാം ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈശോ അവരെ മടിയിലിരുത്തി തല്ലോടിയെന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം അല്ലേ? അപ്പോൾ ഈശോയുടെ ജീവിതം നമ്മൾ നോക്കുമ്പം നമ്മൾ ഈശോയുടെ മക്കളാണ്, ഈശോയുടെ കൂട്ടുകാരാണ് എന്ന സ്ഥിതിക്ക് സമൂഹ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരും അല്ലേ? ഈശോ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഈശോ എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ് പെരുമാറിയത് അല്ലേ? എല്ലാവരെയും സ്നേഹിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ഈശോ ചെയ്തതാണ് കരുണ കാണിച്ചു
അല്ലേ? എല്ലാവരോടും കരുണ. നമ്മൾ വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഈശോയുടെ അടുത്ത് പാപികളെയൊക്കെ കൊണ്ടുവന്നു, ഇവളിങ്ങനെയാണ് അവളിങ്ങനെ. അപ്പോൾ ഈശോ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ ഈശോ അവരെ ക്ഷമിച്ച് തിരിച്ച് പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മളും ഈശോയുടെ നല്ല കൂട്ടുകാരായ സ്ഥിതിക്കും ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായ സ്ഥിതി നമ്മളും അതുപോലെയാണ് ഈ സമൂഹ ജീവിതത്തിലും ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ കരുണ കാണിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും. ഇപ്പം നമ്മൾ പല കളിയിലൂടെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഇപ്പം ആദ്യമേ നമ്മൾ കളിച്ച കളി, അതിലൂടെ നമ്മൾ നോക്കി പരസ്പരം സഹായിച്ച അല്ലെ. ഇപ്പം ഏറ്റവും മുമ്പിൽ നിന്നയാൾ കൈ ഇങ്ങനെ ചെയ്തു, വെള്ളം കൊടുത്തു, അടുത്തയാൾ കൈ ഇങ്ങനെ പിടിച്ചാലോ വെള്ളം നിറയോ കയ്യിൽ? ഇല്ല അല്ലേ? അപ്പം പരസ്പരം സഹായിച്ചെങ്കിൽ, പരസ്പരം ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ സമൂഹ ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സമൂഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഈശോയുടെ ആ ഒരു പരസ്പരം സ്നേഹവും കരുണയും നമ്മളും കാണിക്കണം. ഇപ്പം നമുക്കറിയാം നമ്മുടെ അയലോകത്ത്, നിങ്ങൾക്ക് അയലോകത്ത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ അല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു, ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിയും നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു, ആരാദ്യമേ ഓടിയെത്തും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നത് അല്ലേ? അങ്ങ് ദൂരെ ദുബായിലോ അല്ലെങ്കിൽ വല്ല കേരളത്തിൻ്റെ പുറത്തുള്ള നിങ്ങൾ അങ്കിളും ആൻറ്റിമാരാണോ? അല്ല, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അയൽവക്കത്തിൽ ജീവിക്കുന്ന ചേട്ടനാകാൻ ചേച്ചിയാകാൻ നിങ്ങളുടെ കൂട്ടുകാർ, അവരാണ് ഓടിയെത്തി നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്നത്. അതുകൊണ്ട് മക്കളെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം നമ്മൾ സഹായിക്കണം, സ്നേഹിക്കണം. ഏറ്റവും ഉപരിയായി ഈശോ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം. ഇപ്പം മറ്റുള്ളവർ വന്ന്, ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പറമ്പുണ്ട് അല്ലേ? പറമ്പൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ പലർക്കും പറമ്പുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഓടി വന്നിട്ട് നിങ്ങളുടെ പറമ്പിൽ നിന്ന് എന്തോ എടുത്തു, ഉടനെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരെ വഴക്ക് പറയണോ? അടിച്ചോടിക്കണോ? അല്ല, നമ്മൾ അവരോട് കരുണ കാണിക്കണം അല്ലേ? ചിലപ്പോൾ എല്ലാ പാവപ്പെട്ട ആൾക്കാരായിരിക്കും, പക്ഷേ അവർ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൽ കൂടെ പോയപ്പോൾ നിങ്ങളുടെ പറമ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ടോ എന്തെങ്കിലും കണ്ടു കാണും, അപ്പോൾ അവർ അത് പറിച്ച് തിന്നു. ഉടനെ നമ്മൾ അവരെ ഓടിക്കണം അവിടുന്ന്? ഇതെൻ്റെ പറമ്പാണ്, ഓടണമെന്ന് പറയണോ? ഇല്ല അല്ലേ? നമ്മൾ ഒരിക്കലും ഓടിക്കാൻ പാടില്ല. അവരോട് നമ്മൾ കരുണ കാണിക്കാം. ഈശോ നമുക്ക് ഭക്ഷണം തന്ന പോലെ തന്നെ അവർക്കും ഈശോ നമ്മളിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹ ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് പരസ്പരം സ്നേഹം വേണം, നമ്മൾ പരസ്പരം മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം. ഇനി ഒരു വർഷമാണ് നമ്മളിപ്പോൾ റോഡിൽ കൂടെ യാത്ര ചെയ്യണം. അപ്പോൾ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഇപ്പം നിങ്ങൾ ഇച്ചിരി കൂടി വലിയതൊക്കെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമെന്ന് വിചാരിക്കാം. നിങ്ങളും വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണോ ചെയ്യേണ്ടേ? അല്ല, എന്താണ് നമ്മൾ ചെയ്യേണ്ടേ? അവർക്ക് ഉടനെയുള്ള എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവരെ ആശുപത്രി കൊണ്ടുപോകും. എന്തെങ്കിലും ഇപ്പം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പം കുഞ്ഞുങ്ങളാണ് അല്ല, ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവരണം, അവരോട് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നിങ്ങൾ വലിയ പിള്ളേരൊക്കെ ഇല്ലേ, വലിയ ആൾക്കാർ ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഇച്ചിരി കൂടി മുതിർന്ന ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഒരു പക്ഷെ നമ്മൾ ജോലി തിരക്കൊണ്ട് എവിടെയെങ്കിലും ഓടുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല കല്യാണത്തിന് പോകുന്നതായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ആളോട് നമ്മൾ എന്ത് കാണിക്കണം? കരുണ കാണിക്കണം. ഈശോ കരുണ. നല്ല സമറിയാക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വചനത്തിൽ കേട്ടിട്ടുണ്ടോ അല്ലേ? നമ്മൾ കണ്ടില്ല, നല്ല സമറിയാക്കാരൻ പോലും ഏതോ യാത്രയ്ക്ക് പോകുമായിരുന്നു, പക്ഷേ അവിടെ നിന്ന് ആ മനുഷ്യനെല്ലാം ചെയ്തു കൊടുത്ത് ഒരു സ്ഥലം വരെ എത്തിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും ആ നല്ല സമറിയാക്കാരൻ ചെയ്തു കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും നമ്മളായിരിക്കുന്ന സ്കൂളിലും എവിടെ ആയിരുന്നാലും നമ്മളും ഒരു നല്ല സമറിയാക്കാർ പോലെ നമ്മളും പ്രവർത്തിക്കണം അല്ലേ? നമ്മളൊരു ഗുഡ് സമാരിറ്റൻ ആയിരിക്കണം. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ വളർത്താനും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഇനി ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിലേക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക്, ഇപ്പം പരീക്ഷ എല്ലാം അടുത്ത് വരുന്ന ഒരു സമയമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ കൂട്ടുകാരത്തെ ഒരാൾ 2-3 ദിവസം ആബ്സെൻ്റ് ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആബ്സെൻ്റ് ആയിരുന്നപ്പോൾ എന്ത് സംഭവിക്കും? നോട്ട്സൊക്കെ എഴുതാനുണ്ട് അല്ലേ? കുറേ എഴുതാനുണ്ട്, കുറേ ടീച്ചേഴ്സ് തന്ന ഹോംവർക്ക് ചെയ്യാനുണ്ട്, ക്ലാസ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഉടനെ എന്താ ചെയ്യണ്ടേ? മിണ്ടണ്ട, ഞാൻ എൻ്റെ കാര്യം പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കേണ്ടേ? അല്ല, നമ്മൾ ഉടനെ ഓടിച്ചെന്ന് എന്ത് ചെയ്തു കൊടുക്കണം? ആ നോട്ട്സ് എഴുതി കൊടുക്കാൻ സഹായിക്കണം അല്ലേ? എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു പക്ഷേ ക്ലാസ് കേട്ടിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളും പഠിക്കും, നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരത്തെയും പഠിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ സമൂഹ ജീവിതം ജീവിക്കാൻ.
അപ്പം ഈ സമൂഹ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് എന്തൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? കരുണ വേണം, മറ്റുള്ളവരുടെ സ്നേഹം വേണം. ഈ 2 കാര്യം ആരാ നമുക്ക് ആദ്യമേ അത് കാണിച്ചു തന്നെ? ആരാ? ഈശോ. അപ്പം നിങ്ങൾ ഈശോയുടെ നല്ല കൂട്ടുകാരല്ലേ? ഈശോയുടെ നല്ല മക്കളല്ലേ? അപ്പം ആരെ പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടേ? നമ്മൾ ഈശോയെ പോലെ വേണം ജീവിക്കാൻ. അപ്പം ഈശോ സമൂഹത്തിൽ ജീവിച്ചപ്പോൾ ഈശോ എങ്ങനെ ജീവിച്ചേ? മറ്റുള്ളവരോട് കരുണ കാണിച്ചു, സ്നേഹിച്ചു ജീവിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരോടും കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോട് മാത്രം കാണിച്ചാൽ പോരാ. എല്ലാവരോടും നമ്മൾ സ്കൂളിൽ പോയി നമ്മൾ പുതിയ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നാളെ നിങ്ങൾ പഠിച്ച് ഒരു എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകും, അവിടെ പോയാലും ഈ ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ മറ്റുള്ളവരുടെ കൂടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത്? കരുണ, സ്നേഹം. ഈ രണ്ട് ഗുണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹ ജീവിതം ഒത്തിരിയേറെ സന്തോഷമാകും. ഓക്കെ, അപ്പം ഈ സമൂഹ ജീവിതം ഒന്നിച്ച് ജീവിക്കാനും ഈശോ കാണിച്ച കരുണ മനസ്സിലാക്കാനും ഈശോ എങ്ങനെയാണ് കരുണ നമുക്ക് ഈശോയെ സ്തുതിക്കണ്ടേ? ആ കരുണയ്ക്ക് വേണ്ടി ഈശോ കാണിച്ച കരുണ മറ്റുള്ളവരോട് നമുക്ക് ജീവിച്ച് കാണിക്കണം. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം അല്ലേ? ഈശോയെ പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കാനും നമുക്ക് ഈശോയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അപ്പൊ ഇനി ഈശോയുടെ ഈ സ്നേഹത്തെയും ഈശോയുടെ ഈ കാരുണ്യത്തെയും കുറിച്ച് നമുക്കൊന്ന് പാട്ട് പഠിച്ചാലോ? Are you ready? Yes. Are you ready? Yes. Okay. തകിട തകതിമി തകിട തകതിമി തകിട തകതിമി തോം. പാടിക്കേ. തകിട തകതിമി തകിട തകതിമി തകിട തകതിമി തോം. Takita
ഇതുപോലെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ്. ഇനി ഇതിൽ നന്മയും ഉണ്ട്, തിന്മയും ഉണ്ട്. ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഒരു തിന്മയും ഈ ലോകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല.